ഇവിടെ ശ്രീ പി എം നാരായണൻ കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടയ്ക്ക് 3 യുദ്ധങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ പോലും അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കപ്പെട്ടപ്പോൾ പോലും റദ്ദാക്കാതിരുന്ന കരാറാണ് സിന്ധു നദീജല കരാർ. 1960 ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനും കൂടി ഒപ്പുവെച്ച സിന്ധു നദീജല കരാർ. അത് ഇന്ത്യ മരവിപ്പിക്കുന്നു എന്നുള്ളത് വലിയ ഒരു മെസ്സേജാണ്. അതേസമയം ഇന്ന് സിംല കരാർ അടക്കം റദ്ദാക്കുകയാണ് ഞങ്ങൾ, അത് മരവിപ്പിക്കുകയാണ് ഞങ്ങൾ എന്ന് പാകിസ്ഥാനും പ്രഖ്യാപിക്കുന്നു. ഈ ലൈൻ ഓഫ് കൺട്രോൾ പോലും സിംല കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അഭൂതപൂർവമായ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇത് അടുത്ത ഒരു ഡയറക്ഷനിലേക്ക്, ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റിലേക്ക് പോകുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു മിലിറ്ററി കോൺഫ്ലിക്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യത നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം 2001 പാർലമെൻറ്റ് അറ്റാക്കോ അല്ലെങ്കിൽ 2008 മുംബൈ അറ്റാക്കിനോ ശേഷം ഇന്ത്യ ഒരുപാട് ദൂരം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോഴും ഒരു ലെവലിൽ നിൽക്കുകയാണ്. ഇപ്പോഴും അതേ തരത്തിലുള്ള വാക്കുകളാണ് നമ്മൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കുന്നത്. അതായത് ഈ പുൽവാമയിൽ വന്ന് അറ്റാക്ക് ചെയ്ത, പഹൽവായിൽ വന്ന് അറ്റാക്ക് ചെയ്ത ആളുകൾ ഫ്രീഡം ഫൈറ്റേഴ്സാണെന്നും മറ്റുള്ള പഴയ ജൽപ്പനങ്ങൾ തന്നെയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് കേൾക്കുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ നടന്ന് തീർത്ത ദൂരം പാകിസ്ഥാന് മനസ്സിലായിട്ടില്ല. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഈ സിന്ധു നദീജല ഷെയറിങ്, ഇത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മൂവ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം കഴിഞ്ഞ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു നിലപാട് മാറ്റം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പം കാശ്മീരിലെ ആർട്ടിക്കിൾ 370 വിഡ്രോ ചെയ്യുന്നതിനോട് സമാനമായിട്ടുള്ള ഒരു തരത്തിലുള്ള നിലപാട് മാറ്റമാണ് നമ്മൾക്കിവിടെ കാണുന്നത്. ഇത്തരത്തിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്, നിലപാടിനുണ്ടാകുന്ന മാറ്റങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഡിപ്ലോമാറ്റിക് ലെവലിലാണ് ഇപ്പം നടക്കുന്നതെങ്കിൽ ഇതിനെ ഒരു മിലിറ്ററി ലെവലിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അധികം സമയം വേണ്ടി വരുന്നില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി പിറ്റേ ദിവസം പോയി ബോംബിടുകയോ ഒന്നും ചെയ്യുന്ന ചരിത്രം നമ്മൾ കണ്ടിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 9/11 സംഭവിച്ച സമയത്തും അമേരിക്കയിൽ അത് സെപ്റ്റംബറിലുണ്ടായ ഒക്ടോബറിൽ ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഡിഫൻസ് ഓപ്പറേഷന് അമേരിക്ക പോലും മുതിർത്തിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ഒക്ടോബർ 7 ഇസ്രായേലിലും നമ്മൾ കണ്ടത്. അപ്പം ഒരു രാജ്യം ഒരു ഡിഫൻസ് ആയിട്ടുള്ള പ്രതിരോധത്തിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ അതിന് വേറെ ചില പാരാമീറ്റേഴ്സും കൂടെ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഇപ്പോൾ ആ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ശ്രമത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മളൊരു 5 മണിക്ക് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി, ഇപ്പം ഇന്ത്യയിലെ ഡൽഹിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ എംബസികളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെല്ലാം മെയിൻ G20 രാജ്യങ്ങളിലുള്ള അംബാസിഡേഴ്സിനെ എല്ലാം വിളിച്ച് കണ്ടിട്ടുണ്ട്. അതായത് അന്താരാഷ്ട്ര സമൂഹത്തെ ഇന്ത്യയുടെ നിലപാട് അറിയിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ആദ്യ ഒരു ലെവൽ. അത് തന്നെയാണ് ഇപ്പം ഇന്ന് ബീഹാറിൽ പോയി പ്രധാനമന്ത്രി പ്രസംഗിച്ചപ്പോൾ ഹിന്ദിയിൽ നിന്നും സ്വിച്ച് ചെയ്ത് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള പ്രേരണയും ഇത് തന്നെയാണ്.